ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അൽറാജി ബാങ്കിൽ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറബ് നെയിം ഇംഗ്ലീഷ് നെയിം എന്നൊരു പ്രോബ്ലം വരുന്നുണ്ട്. പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് എങ്ങനെ സോൾവ് ചെയ്യാം? രണ്ട് രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന്, ആപ്ലിക്കേഷനിൽ കൂടെയും ഡയറക്റ്റായിട്ട് നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും. അതുപോലെ അൽറാജി ബാങ്കിൻ്റെ വെബ്സൈറ്റിലൂടെയും നമുക്ക് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ അൽറാജി എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം സെർച്ച് കൊടുക്കുക. ആദ്യം കാണുന്ന ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ ലോഗിൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു അൽറാജി ഓൺലൈൻ എന്നൊരു പേജ് തുറന്നു വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങളുടെ അൽറാജി ആപ്ലിക്കേഷൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യണം. ബ്രൗസറിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടി അൽറാജി ബാങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു കോൾ വരുന്നതാണ്. ആ കോൾ എടുത്ത് ആക്സസ് എനേബിൾ ചെയ്യാൻ വേണ്ടി അവർ പറയുന്ന നമ്പർ അമർത്തി ആക്സസ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യണം. എറർ കാണിക്കുന്ന സുഹൃത്തുക്കൾ ആദ്യം ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ അൽറാജി ബാങ്കിൽ പോയി ഡയറക്റ്റായിട്ട് ബാങ്കിൽ പോയി നിങ്ങളുടെ ഇക്കാമ കൊടുത്ത് അറബ് നെയിം ഇംഗ്ലീഷ് നെയിം എന്നുള്ള ആ ഒരു പ്രശ്നം അവിടെ പറഞ്ഞ് അവർ നിങ്ങളുടെ അക്കൗണ്ടിൽ അറബ് നെയിം അവർ ആഡ് ചെയ്ത് തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറബ് നെയിം ഇംഗ്ലീഷ് നെയിം എന്നുള്ള ഒരു പ്രോബ്ലം വരികയില്ല. ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. ആ ഒരു വൺ ടൈം പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അൽറാജി ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുന്ന അതേ രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇടതുഭാഗത്തായിട്ട് 3 ലൈനുകൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നാട്ടിലേക്ക് പണം അയക്കാനായി ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെയായിട്ട് ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ സാധിക്കും. ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് അത് കാണാൻ സാധിക്കും. ശേഷം ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കേണ്ട ബെനിഫിഷ്യറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ബെനിഫിഷ്യറി സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം മുകളിൽ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം പർപ്പസ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ചോയ്സ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫാമിലി എക്സ്പെൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ടാഗ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ ഈ പൈസ അയക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാനിവിടെ സാലറി എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഇവിടെ റിമാർക്സ് വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷനിലാണ്. ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അയക്കേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ, നമ്മളുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ എത്രയാണ് എമൗണ്ട് അയക്കുന്നത്, അതുപോലെ എത്രയാണ് സർവീസ് ചാർജ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ശേഷം കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ആവുന്നതാണ്. ഞാനിവിടെ കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ OTP വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ OTP വന്നിട്ടുണ്ട്. ഞാനിത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മണി ട്രാൻസ്ഫർ ആവുന്നതാണ്. ഞാനിപ്പോൾ അത് ടൈപ്പ് ചെയ്യുന്നില്ല. ഞാൻ ആപ്ലിക്കേഷനിൽ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിവിടെ ക്ലോസ് ചെയ്യണം. ശേഷം അൽറാജി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എനിക്കും ഇതുപോലെ ഒരു അറബ് നെയിം ഇംഗ്ലീഷ് നെയിം എന്നൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അൽറാജി ബാങ്കിൽ പോയി
ഇതേപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറബ് നെയിം ഇംഗ്ലീഷ് നെയിം എന്നൊരു പ്രോബ്ലം വരുന്നുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് അറബ് നെയിം അടിച്ച് കയറ്റി കറക്റ്റാക്കി തന്നു. ശേഷം എനിക്ക് ആ ഒരു പ്രശ്നം ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ എന്നുള്ള താഴത്തെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. നാട്ടിലേക്ക് പണം അയക്കാനായി ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കാണോ പണം അയക്കേണ്ടത് ആ ഒരു ബെനിഫിഷ്യറി ഇവിടെ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ അയക്കേണ്ട എമൗണ്ട് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എമൗണ്ട് എൻ്റർ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അൽറാജി അക്കൗണ്ടിൽ എത്രയാണ് നമുക്ക് ഇന്ത്യൻ മണിയായിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ട്, അതുപോലെ അയക്കേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ എല്ലാം ഇവിടെ ഒന്നുകൂടി ഒറ്റ പേജിലായിട്ട് വന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക, അതുപോലെ സർവീസ് ചാർജ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ശേഷം കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് OTP വന്നു കഴിഞ്ഞ് നമുക്ക് ഇത് സെൻഡ് ആവുന്നതാണ്. ഈ ഭാഗത്താണ് നിങ്ങൾക്ക് അറബ് നെയിം ഇംഗ്ലീഷ് നെയിം എന്നൊരു പ്രോബ്ലം വരുന്നത്. ഞാനിവിടെ അലോ കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ സക്സസ് ആയിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ PDF എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PDF ഫയലായിട്ട് നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. ടെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അയച്ച ഹിസ്റ്ററി കാണണമെങ്കിൽ അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ അയച്ചത് 1250 റിയാലാണ്. അതുപോലെ സർവീസ് ചാർജ് 14.99 സൗദി റിയാലാണ്, ഏകദേശം 15 റിയാൽ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അറബ് നെയിം പ്രോബ്ലമോ അല്ലെങ്കിൽ എറർ പ്രോബ്ലമോ വരികയാണെങ്കിൽ നിങ്ങളുടെ ഇക്കാമ നിങ്ങളുടെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി കൊടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറബ് നെയിം ആഡ് ചെയ്ത് തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. ആദ്യമായിട്ട് പണം അയക്കുന്നവരാണെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു പ്രാവശ്യം പണം അയക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും. എനിക്കങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാനതുപോലെ ബ്രാഞ്ചിൽ പോയി ഒരു പ്രാവശ്യം നാട്ടിലേക്ക് പണം അയച്ചതിന് ശേഷമാണ് എൻ്റെ ആ ഒരു അറബ് നെയിം പ്രോബ്ലം ഇല്ലാതായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എന്നാൽ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.